നല്ല ആംഗളമാരാണ് ഇപ്പോഴാണോ വരുന്നത്? അതെയോ? എങ്ങനെയുണ്ട് യാത്രയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? എന്താ വരൂ, നമുക്ക് എല്ലാവർക്കും ഭക്ഷണം കഴിക്കാം. വരൂ. ഹലോ, നീ ഇപ്പൊ എവിടെ ഉണ്ട്? ഞാൻ എവിടെ ഉണ്ടാ? നീ ഒരു കാര്യം ചെയ്യ്, നമ്മുടെ ടൗണിലേക്ക് പോര്, ഞാൻ അവിടെ ഉണ്ടാവും. ഓക്കെ, ഞാൻ ഇപ്പൊ തന്നെ ഇറങ്ങിയ കേട്ടോ. ഓക്കേടാ. ഹലോ, എത്ര നേരം കാത്തിരുന്ന? അതിന്റെ ബ്ലോക്കായിരുന്നു എവിടാ? എൻ്റെ കൊക്കിൽ ജീവനുണ്ടെങ്കിൽ നിങ്ങളുടെ പൈസ ഞാൻ തരും. ഞാൻ ആരെയും പറ്റിച്ചോണ്ടൊന്നും പോകാൻ നിൽക്കുന്നില്ല. എനിക്ക് കുറച്ച് സാവകാശം തരണം. ഓക്കെ? ഞാൻ ആരെയും പറ്റിക്കണം എന്ന് വിചാരിച്ചൊന്നും ചെയ്തേക്കുന്നല്ല. ശരി, ഞാൻ വിളിക്കാം. എത്ര നേരമാണ് ഇവിടെ കിടന്ന് വെയിറ്റ് ചെയ്യണത്? എവിടെ പോയി കിടക്കായിരുന്നു? അണ്ണൻ നല്ല ഫോമിലാണല്ലോ. പിന്നെ ഫോമിലാണ്ട് പിന്നെ ഇത്ര നേരം വെയിറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുമോ? വണ്ടി വിട്. എടുത്തോ. എടാ, നിന്റെ കാര്യങ്ങളൊക്കെ എവിടം വരെയായി? അതൊന്നും ആയില്ലേ. ഒരു മിനിറ്റ്. ഹലോ, എത്രയാക്കണ്ട്? ആണോ? എന്നത് കടയിലേക്ക് തട്ടിക്കോ. പൈസയൊക്കെ തരടാപ്പാ, 2 ദിവസം കഴിയട്ടെ. അപ്പൊ എന്തോന്ന് മാറ്റി വെക്കടാ, നമ്മൾ ഇന്ന് ട്രിപ്പ് വന്നേക്കല്ലേ? അതിനൊക്കെ കച്ചവടമൊക്കെ. പ്രശ്നങ്ങളില്ലാത്ത ആരാടാ ഉള്ളത്? എല്ലാവർക്കും പ്രശ്നങ്ങളില്ലേ? അതും ഓർത്തുകൊണ്ട് നമ്മ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ജീവൻ ഒഴിഞ്ഞു പോകൂലേ? എല്ലാം ശരിയാവൂടാ, അല്ലെ നമ്മ എല്ലാം ശരിയാക്കും. നീ അതെല്ലാം വിടറാ, നമ്മൾ കുളിക്കാനല്ലേ വന്നേക്കുന്നത്.
വണ്ടി 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 ഹോസ്പിറ്റലിലേക്ക് വിടറാ, ഹോസ്പിറ്റലിലേക്ക് വിടറാ, പെട്ടെന്ന് വണ്ടി എടുക്ക്, പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വിടറാ. ഹലോ ഹലോ എടാ, ഒരനക്കൂല്ലല്ലോ എടാ. എടാ വെള്ളം ചോദിക്കണ്ട, വണ്ടി ഒന്ന് ഒതുക്കിടാ. ശരി ശരി ശരി. നിങ്ങളൊക്കെ ആരാ? നിങ്ങൾ എന്തിനാ എന്നെ രക്ഷപ്പെടുത്തിയത്? നിനക്ക് എന്താ പറ്റിയത്? നീ എന്തിനാ ഈ കടുങ്കൈ ചെയ്തത്? നിങ്ങൾ എന്നെ എവിടെ ഇറക്കി വിട്ടേക്ക്. എന്തിനാ കുട്ടി നീ ഈ കടുങ്കൈ ചെയ്തു? പറ. ഹോസ്പിറ്റലിലാക്കിയാലോ? നിങ്ങൾ എന്നെ ഹോസ്പിറ്റലിലൊന്നും കൊണ്ടാക്കണ്ട. മോളെ കാര്യം പറയും. കൊച്ചിന്റെ പ്രശ്നം എന്താണെന്ന് നമ്മളോട് തുറന്നു പറ. നമ്മളെ കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ നമ്മളത് പരിഹരിക്കും. നിന്നെ എനിക്ക് വേണം, ഒരാൾക്ക് ഞാൻ കൊടുക്കൂല. ഇനി അഥവാ എന്തെങ്കിലും എനിക്കെതിരെ സംസാരിക്കുക, പ്രവർത്തിക്കുക എന്തെങ്കിലും ചെയ്താൽ നോക്കി കണ്ടല്ലോ, ഈ വീഡിയോ കംപ്ലീറ്റ് ഞാൻ ആൾക്കാർക്ക് കൊടുക്കും. എന്നാ പിന്നെ ആ ദിനേശന് ഇവളുടെ മനസ്സമ്മതക്കുറി അങ്ങോട്ട് കൊടുത്താലാ? എന്നാ കനത്തിലായിക്കോട്ടെ. ഇനി ഇവളോടൊന്നല്ല, ഒരു പെണ്ണിനോട് നീ പരിപാടി കാണിച്ചേക്കരുത്. തീർത്തു കളയുന്നതിന് ഒരു മാറാണ്. പേടിക്കാനൊന്നുമില്ലമ്മേ. മോള് ചെറിയൊരു ബുദ്ധിമോശം കാണിച്ചു, ഞങ്ങൾ കണ്ടതുകൊണ്ട് രക്ഷപ്പെട്ടു. എന്നാ ശരി. എന്നാ അപ്പോൾ മറക്കരുത്, മകളുടെ മനസ്സമ്മതം ഞായറാഴ്ചയാണ്, എല്ലാവരും വരണം. തീർച്ചയായിട്ടും വരും. ഓക്കെ എന്നാ ശരി. നല്ല വൈബുള്ള ഏരിയ അല്ലേ? എടാ നമുക്കെന്നാ തെറിച്ചാലോ? എന്നാ ആയിക്കോട്ടെ. ഓ കള്ളുടിക്കായിരിക്കും അല്ലേ? നിങ്ങൾക്ക് ചിന്ത മാത്രമേ ഉള്ളൂ. ഓ കള്ളു കുടിക്കലാത്ത മഹാമാരെ. വാ പോയെ. എടാ ജീവ, അന്ന് നീതു ചാടിയ സ്ഥലത്തും ഒന്ന് പറയണേ. എന്തിനാ? ഓർമ്മ പുതുക്കാനാ? അല്ലല്ല, ഈ ദുരന്തത്തിനടുത്ത് പുറത്തേക്ക് തള്ളിയിടാനാ. ആ ഞാൻ ചാടിയാ നീ ഉണ്ടാവും കൂടെ.
അത് കലക്കി എന്തായാലും. ചില ബന്ധങ്ങൾക്ക് ചേർന്ന് നിൽക്കാൻ ചില കാരണങ്ങളുണ്ടാവും. അത് ചിലപ്പോൾ സൗഹൃദങ്ങളാകാം, രക്തബന്ധമാകാം, മറ്റെന്തുമാകാം. കാരണങ്ങൾ അവസാനിക്കുന്നിടത്ത് ആ ബന്ധങ്ങളും അവസാനിക്കും. എന്നാൽ മറ്റു ചില ബന്ധങ്ങളാവട്ടെ, കാരണങ്ങൾ ഒന്നും തന്നെയില്ലെങ്കിലും അവർക്ക് ആ ബന്ധം പിരിയാനാകില്ല. ഇവർക്കിടയിൽ ആ ബന്ധമാണ് സുഹൃത്ത് ബന്ധം. ഈ കാരണങ്ങളില്ലാത്ത ബന്ധം ഇവർക്കിടയിൽ ഉള്ളിടത്തോളം കാലം ഈ ഉല്ലാസയാത്ര തുടർന്നുകൊണ്ടേയിരിക്കും.